വായിക്കാത്തെന്ത് പഴോ? ഇന്നത്തെ ഫ്രസ്ട്രേഷൻ നിന്നെ തീർക്കൂടാ നമ്മള്. ഇന്ന് കുറച്ചുണ്ട് നമുക്ക് വിഷമം, അത് നിന്റെ കൊണ്ടേ തീർക്കും. തീർക്കണം പറഞ്ഞിരിക്കുന്നു. ഞാൻ കാര്യം ഗോവിന്ദാപ്പം എല്ലാവരുടെയും ഏകദേശം അങ്ങനെ തന്നെയാണ്, പിടിക്കണ്ട. ഞാൻ കാർത്തികിൻ്റെ അടുത്ത് വെച്ചപ്പോഴത്തേക്ക് അറിഞ്ഞ വെച്ചിട്ട് ഗോവിന്ദയാണ്. ഇല്ല, നിങ്ങളുടെ കിട്ടുവിടാ. എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും വാ നമുക്ക് കളിക്കാം. ഞാനതൊക്കെ മറക്കാനാണ് ഇപ്പോൾ നോക്കുന്നത്. അതെ, വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇതിലൊന്നും. സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാൽ സാലറി തരാതെ എന്നെ കിക്കിന്ന് പറഞ്ഞു വിട്ടു ഗൈസ്. നമ്മളത് നാളെ കൺഫേം ആവും. നമുക്ക് കിട്ടും. ഓൾ ഹാപ്പി. ഇത്രയും നാള് കിക്കിൽ കഷ്ടപ്പെട്ടതിന് 1 രൂപ പോലും തരാതെ അവരെന്നെ പറഞ്ഞു വിട്ടു. ആൻഡ് അവര് പറയണത് ബ്രീച്ച് ഓഫ് കോൺട്രാക്ടിന് ഞാൻ അങ്ങോട്ട്, ഇനി എന്തെങ്കിലും ലീഗലി വല്ലതും മൂവ് ചെയ്താൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ടിന് ഞാൻ അങ്ങോട്ട് പൈസ അടയ്ക്കണമെന്ന്. അത് ചെറിയ എമൗണ്ട് ഒന്നും ആയിരിക്കത്തില്ല, ഭയങ്കര അഗ്രസീവ് എമൗണ്ട് ആയിരിക്കും അവർ ക്ലെയിം ചെയ്യുന്നതെന്ന്. സന്തോഷം സന്തോഷം സന്തോഷം. ട്വിറ്റർ അല്ലടാ ട്വിച്ചെന്ന്, അവനെയൊക്കെ അടിച്ച് കറക്കണം. ട്വിറ്ററും ട്വിച്ചും അറിയാത്ത റാസ്കൽസ് ഒക്കെ. അക്കൗണ്ടും ഡിലീറ്റ് ആക്കി. എന്റെ കിക്ക് അക്കൗണ്ട് ഡിലീറ്റ് ആക്കിയോ? ആണോ? ഞാൻ നോക്കട്ടെ നോക്കട്ടെ. .com ഇല്ലല്ലേ, അക്കൗണ്ടൊന്നും ഡിലീറ്റ് ഒന്നും ആക്കില്ല. അതൊക്കെ ഉണ്ടോ അവിടെ? ചുമ്മാ പറയാണ്. അക്കൗണ്ടൊക്കെ ഉണ്ടോ അവിടെ? തോന്നിയാസോ പറയുന്നതാ ലൈവിലിത്. റീസൺ പറഞ്ഞില്ലേ ബ്രോ? റീസൺ ഇതാണ്, കോൺട്രാക്ട് ആരൊക്കെ ഷെയർ ചെയ്തു എന്നുള്ളൊരു റീസൺ. അതാണ് റീസൺ. നമുക്കൊക്കെ പിന്നെ റീസണേ ഇല്ല. ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ, ഞാൻ വിശ്വസിച്ച ഒരാളുടെ അടുത്ത് ഇത് കാണിച്ചു. പുള്ളി അത് നൈസായിട്ട് കിക്കിന്റെ അടുത്ത് എത്തിച്ചു. കിക്കിന്റെ അടുത്ത് എത്തിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് അവരിതുപോലെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കിന് അവര് പറയണ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുമിച്ച് വന്നതുകൊണ്ട് ഈ പറയണത് പോലെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ഇത് അഫക്റ്റ് ആവും എന്നുള്ള രീതിയിൽ. അപ്പം എന്നെ എടുത്ത് കിണ്ടിയപ്പോൾ ഇവര് ഇറങ്ങുവാണെന്ന് പറഞ്ഞപ്പം അവർക്കത് തീരെ പിടിച്ചില്ല. അപ്പോൾ ഈ പറയണത് പോലെ ഇവർക്കും ഇവരുടെ പേയ്മെന്റ് കാര്യത്തിൽ ഒരു തീരുമാനം അവരിതുവരെ പറയണില്ല. എനിക്ക് കംപ്ലീറ്റ്ലി തരത്തില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോൾ ഇത്രയും നാള് സ്ട്രീം ചെയ്തതിന്റെ 1 രൂപ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അതാണ് സത്യം. ലോക്കോയിൽ പോയപ്പോഴും അന്ന് ഇത് കറക്റ്റ് ഇതുപോലെ തന്നെ. ലോക്കോ എപ്പോഴും അങ്ങനെ ആയിരുന്നു. അല്ല, ലാസ്റ്റ് ഒരു 3 മാസം ലോക്കോയിൽ നിന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് കിക്കിന്ന് 3 മാസത്തെ പേയ്മെന്റ് കിട്ടി. അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ കിട്ടിയില്ല. ഷോകോട് കൈ സത്യം പറഞ്ഞാൽ ഷോകോട്. പിന്നെ അത് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ടുള്ള കാര്യം ഒന്നും നടക്കത്തില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ലീഗലായി ഒന്നും ചെയ്യാൻ പറ്റില്ല. ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്താൽ, നമ്മൾ ഇവിടുന്ന് ചെയ്താൽ ബ്രോ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ്. കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ടാവും ഇന്നത് ചെയ്താൽ ഇന്നത്. അപ്പൊ ലീഗലായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്ന എമൗണ്ട് ഞാൻ കോടതിയിൽ അടയ്ക്കണം. അത് എന്റെ സാലറിയുടെ ഒരു 50 ഇരട്ടി ഉണ്ടാവും. എന്റെ സാലറിയുടെ ഒരു 50 ഇരട്ടി ഉണ്ടാവും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം ഒരു 1 ലക്ഷം രൂപയോ അല്ല എന്റെ സാലറി മൊത്തത്തിൽ മേടിച്ച് ചോദിക്കാൻ ഇപ്പൊ പോവാണെന്നുണ്ടെങ്കിൽ അവന്മാർ എനിക്ക് 1 കോടി രൂപ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ഫൈൻ അടിച്ചു തരും. ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് കോൺട്രാക്ട് പുറത്ത് കാണിച്ചതിന്, കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തതിന് ഒരു 50 ലക്ഷം രൂപ നീ ഫൈൻ അടച്ചിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് സാലറി മേടിച്ച് പൊക്കോളാൻ പറയും. ഇതാണ് അവസ്ഥ. ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാൻ വിചാരിക്കുന്നു. അപ്പോൾ 2 മാസം ശമ്പളം ഒറ്റയടിക്ക് പോയി. ഇനി ഒന്നേന്ന് പറഞ്ഞ് നമ്മൾ ബിൽഡ് ചെയ്യണം. ഇവിടെ നിന്ന് തന്നെ ഇനി എല്ലാം ഒന്ന് നല്ല രീതിക്ക് സെറ്റായിട്ട് പഴയ പോലെ ഒന്ന് ട്രാക്കിൽ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് അതാണ്ട് ഇങ്ങനൊരു പണി. മനസ്സിലായില്ലേ? മൈൻഡ് ഒന്ന് നല്ലോണമായി, ആർപിയും കാര്യങ്ങളും സ്ട്രീംസും എല്ലാം പഴയ പോലെ ഒന്ന് ആ ഒരു ട്രാക്കിൽ വന്നപ്പോഴത്തേക്ക് അതാണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇങ്ങനത്തെ ഒരു സാധനം. ഇതൊക്കെ എന്തിനു ചെയ്യാൻ, ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യം പോലും ഇല്ല.
ലൈക്ക് ലോക്കോ ഒക്കെ ആയിരുന്നു നമുക്ക് സംസാരിക്കാനായിട്ട് ഒരു വോയിസേലും ഉണ്ട്. ഇവരത്തൊന്നും വോയിസ് നമുക്ക് സംസാരിക്കാൻ പോലും ലൈക്ക് അവരുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കാനുള്ള ഒരു ചാൻസ് പോലും ഇല്ല. മനസ്സിലായില്ലേ? ലൈക്ക് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമായോണ്ടേ ഇതൊക്കെയാണ് കുഴപ്പം. നമുക്ക് കാര്യങ്ങൾ നമ്മുടെ സൈഡ് ന്യായീകരിക്കാനോ ഒന്നും അധികം പറ്റത്തില്ല. എവിടെ ഇറങ്ങാൻ